നമസ്കാരം. നിങ്ങളുമായി പങ്കിടാൻ ഉദ്ദേശിക്കുന്നത് അമാവാസി യോഗം, അതായത് സൂര്യനും ചന്ദ്രനും ചേർന്നുള്ള യോഗം. അമാവാസി, അമ എന്ന വാക്കിൻ്റെ അർത്ഥം ടുഗദർ, വാസി എന്ന് പറഞ്ഞാൽ സ്റ്റേയിങ്, ഡ്വെല്ലിങ്, ഒന്നിച്ചു നിൽക്കുന്നത്. ഇതിനൊരു പ്രാധാന്യം കൊടുക്കുന്നത് കാരണം സൂര്യനും ചന്ദ്രനും അത് വേദിക് അസ്ട്രോളജിയിൽ രാജാവും രാജ്ഞിയുമാണ്. അവർക്ക് രാശിചക്രത്തിൽ ഫിഫ്ത്ത് ഹൗസിൻ്റെയും ഫോർത്ത് ഹൗസിൻ്റെയും ആധിപത്യമാണുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഹൗസുകളാണത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് ഗ്രഹങ്ങളുടെ യോഗമാണ് അമാവാസി യോഗം. പക്ഷേ അത് പലരും ഈ യോഗത്തെ, ഈ സമയത്ത് ജനിക്കുന്ന ആൾക്കാർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുമെന്ന ഒരു വിശ്വാസമുണ്ട്. നമുക്ക് അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. അമാവാസി യോഗം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ ലൈനിൽ, നടുവിൽ ചന്ദ്രൻ വരണം, ഒരേ ഡിഗ്രി ലൈനിൽ വന്നാലാണ് ഈ അമാവാസി യോഗം ഉണ്ടാകുന്നത്. വളരെ ശക്തമായ ആകർഷണം ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഒരു സമയമാണിത്, ഈ വാവ് സമയം. പ്രകൃതി തന്നെ ഈ ഒരു സമയത്തിന് ഒരുപാട് മാറ്റങ്ങൾ കാണിക്കും. അതുപോലെ തന്നെ മനുഷ്യരിലും കടലൊക്കെ വളരെ പ്രക്ഷുബ്ധമാകും. ഈ ഒരു ആകർഷണത്തിൽ നമ്മുടെ ശരീരം അതിനെ പ്രതികരിക്കുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻസിന് മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ് എല്ലാം വെള്ളവുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണത്. വെള്ളവുമായിട്ടുള്ള ബന്ധം, ഈ ആകർഷണം കൊണ്ട് വളരെ ശക്തി ഉണ്ടാകും. മറ്റൊന്ന് നിങ്ങൾക്കറിയാം, ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് വെള്ളവും സൂര്യൻ എന്ന് പറയുന്നത് അഗ്നിയുമാണ്. ഇങ്ങനെ പല ഘടകങ്ങളുമുണ്ട്. അമാവാസി യോഗം മനുഷ്യരിൽ ഒരുപാട് സ്വാധീനം നൽകുന്നത് ഈ ഒരു ബന്ധങ്ങൾ കൊണ്ടാണ്. നമുക്ക് പരിശോധിക്കാം ഇതെന്തൊക്കെയാണ് എന്ന്. അമാവാസി യോഗം രണ്ട് പോർഷൻസ് ആയിട്ട് ഭാഗിക്കുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഹാഫാണ് ഈ അമാവാസി അല്ലെങ്കിൽ ഡാർക്ക് സൈഡ് എന്ന് പറയുന്നത്. അത് സൂര്യൻ്റെ സമീപത്തേക്ക് ചന്ദ്രൻ പോകുന്ന സമയമാണ് ഈ ഒരു ആദ്യ പകുതി. അവിടെ നിന്ന് സൂര്യനിൽ നിന്നും ചന്ദ്രൻ അകന്നു പോകുന്ന ഒരു പകുതിയാണ് മറ്റൊന്ന്. അതിന് പറയുക ന്യൂ മൂൺ. പുതിയ പേരങ്ങനെയാണ് കൊടുക്കുന്നത്. ചന്ദ്രൻ്റെ ഒരു പുതിയ ജന്മമാണത്. അപ്പോൾ ഇത് രണ്ടിനും നമ്മുടെ അസ്ട്രോളജിയിൽ വ്യത്യസ്തമായ ഫലങ്ങളാണ്. നമ്മൾ അമാവാസി സൂര്യനും ചന്ദ്രനും ഒന്നിച്ചു നിൽക്കുമ്പോൾ ഉള്ള ഒരാളുടെ ജനനം നമ്മൾ പഠിക്കുമ്പോൾ ഇത് രണ്ടും പരിശോധിച്ച് വേണം പഠിക്കാൻ. ആദ്യ പകുതിയിലാണോ അല്ല രണ്ടാമത്തെ പകുതിയിലാണോ ജനനം, അതിനനുസരിച്ചിട്ടുള്ള സ്വഭാവ വ്യത്യാസങ്ങളും ഉണ്ടാകും. ഇവിടെ ഈ സൂര്യനും ചന്ദ്രനും ചേർന്ന് വരുന്ന യോഗം അത് വളരെ വളരെ വിശിഷ്ടമായ യോഗമാണ്. ആദ്യത്തെ പകുതി എന്ന് പറഞ്ഞാൽ ഡാർക്ക് സൈഡാണത്, കറുത്ത വാവാണത്. ഇവിടെ സംഭവിക്കുന്നത്, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ കാരകനാണ്, സൂര്യൻ ആത്മകാരകനാണ്. അപ്പോൾ ആത്മാകാരകനിലേക്ക് മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ പോയി ലയിക്കുന്നതാണ്. അതാണ് അമാവാസിയുടെ അവസാനത്തെ ഒരു ആദ്യ പകുതിയുടെ അവസാനം. അവിടെ
ചന്ദ്രൻ മനസ്സ് പൂർണ്ണമായും സൂര്യനിൽ ലയിക്കുന്നു. വലിയ മാറ്റങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഒരു സമാധി പോലെയാണ്. ഈ സമയം ഏറ്റവും സ്പിരിച്വലായിട്ടാണ് ഏറ്റവും അധികം ഇതിന് പ്രാധാന്യം വരുന്നത്. കാരണം ഇത് കേതുവിന് ബലമുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. ആ കേതുവിൻ്റെ ബലത്തിനെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ അമാവാസി സമയത്ത് നമ്മൾ പിതൃക്കളെ പ്രീതിപ്പെടുത്തും. പിതൃക്കൾക്ക് ബലി കൊടുക്കുക, തർപ്പണം ചെയ്യുക, പിന്നെ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥന നടത്തുക, ഇതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ സമയത്ത് ജനിക്കുന്നവർക്ക് തന്നെ ഇത് നാൽക്കാലികൾ ഷഡ്പാദ കരണമാണ് ഈ അമാവാസിയുടെ ഈ സമയത്ത് ജനിക്കുന്ന കരണം. അപ്പോൾ കേതുവിൻ്റെ സാന്നിധ്യവും ഉണ്ട്. അങ്ങനെ ആ സമയത്ത് ജനിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലതാണ് ഈ കന്നുകാലി നാൽക്കാലികളെയൊക്കെ വളർത്തുന്നതും മത്സ്യങ്ങളെ വളർത്തുന്നതുമൊക്കെ. അത് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഗുണം ചെയ്യുന്ന ചില കർമ്മങ്ങളാണ്. കൂടാതെ കേതു മോക്ഷത്തിൻ്റെ ആളാണ്. ഇതൊരു സന്യാസ യോഗത്തിൻ്റെ സമയവും കൂടിയാണ്. കൂടാതെ കേതു ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമാണ്. ഈ സമയത്ത് ജനിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലത് ഭാഷാ പഠനം, വിദേശ ഭാഷകൾ പഠിക്കൽ, അങ്ങനെ തന്നെ കോൺട്രാക്റ്റുകളൊക്കെ ഉണ്ടാക്കൽ, ഇതൊക്കെ ഏറ്റവും പറ്റിയ ഈ ഒരു പ്രത്യേക സമയത്തിന് മാത്രം പറയുന്നതാണ്. മൊത്തത്തിൽ ഈ അമാവാസി യോഗത്തിൽ ജനിക്കുന്ന ആൾക്കാർക്ക് ഫലങ്ങൾ വ്യത്യാസപ്പെടും. അത് ഞാൻ നിങ്ങളോട് പിന്നീട് ഒരിക്കൽ പറയാം. കാരണം ഇപ്പോൾ ഈ ഒരു പകുതി എന്ന് പറയുന്നത് സൂര്യനിലേക്ക് ചന്ദ്രന്റെ ലയനമാണ്. ഇനി അടുത്ത പകുതി വരുന്നുണ്ട് എന്ന് വെച്ചാൽ സൂര്യനിൽ നിന്നും ചന്ദ്രൻ അകന്നു പോകുന്നു. അത് ന്യൂ മൂണാണ്. കാരണം അവിടെ ചന്ദ്രൻ ജനിക്കുന്നുണ്ട്, പുതിയ ഒരു പ്രകാശം വരുന്നുണ്ട്. ആ അന്ധകാരം പോയിട്ട് ഒരു പുതിയ പ്രകാശം, അതാണ് ഈ രണ്ടാമത്തെ ഭാഗം. ഈ ഒരു സമയത്ത് രാഹുവിനാണ് പ്രാധാന്യം. നമ്മൾ സ്പിരിച്വൽ വിട്ടിട്ട് പ്രായോഗിക ചിന്തകൾ വരുന്ന ഒരു സമയമാണിത്. നമുക്ക് നല്ല നല്ല കാര്യങ്ങളും ഈ അമാവാസി സമയത്ത് ഒരു ബീജം നിക്ഷേപിക്കപ്പെടുന്നു. അതിൻ്റെ വളർച്ചയാണ് അമാവാസിക്ക് ശേഷം വരുന്ന സമയത്തുണ്ടാകുന്നത്. അപ്പോൾ അവിടെ കാര്യങ്ങൾ മാറുന്നു. നമ്മുടെ സ്പിരിച്വൽ അല്ല അവിടെ പ്രധാനം, പ്രായോഗികമായ ചിന്തകളാണ് പ്രധാനം. ഈ യോഗത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ശിവശക്തി യോഗം എന്ന് പറയും. കാരണം ശിവൻ സൂര്യനായിട്ടും ചന്ദ്രനെ ശക്തി ദേവിയായിട്ടും കാണുന്ന ഒരു യോഗമാണത്. അപ്പോൾ ആ യോഗം സംഭവിച്ചു കഴിഞ്ഞു, അതിനുശേഷം ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മൾ കാണുന്നത്. അത് ആ പ്രോഡക്റ്റിൻ്റെ വളർച്ചയും മറ്റു കാര്യങ്ങളുമാണ് അമാവാസിയുടെ രണ്ടാം ഭാഗത്ത് സംഭവിക്കുന്നത്. എങ്ങനെയായാലും ഈ സമയത്ത് ജനിക്കുന്ന അമാവാസിയുടെ മുഴുവൻ സമയങ്ങളിൽ ജനിക്കുന്ന ആൾക്കാർ വളരെ അധ്വാനശീലന്മാരായിരിക്കും, വളരെയധികം ബുദ്ധിശേഷിയുള്ളവരായിരിക്കും, കർമ്മോന്മുഖരായിരിക്കും, ത്യാഗശീലമുള്ളവരായിരിക്കും. അവർ എപ്പോഴും ഒരു സന്യാസ സ്വഭാവം ഈ സമയത്ത് ജനിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകും. എന്തും ആൾക്കാർക്ക് വേണ്ടി ത്യജിക്കുവാൻ തയ്യാറാകുന്ന ഒരു സ്വഭാവ സവിശേഷത ഈ യോഗക്കാർക്ക് ഉണ്ടാകും. ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
ഒരുപാട് കോൺട്രഡിക്ഷൻസ് വരുന്നുണ്ട്. കാരണം മനസ്സിൻ്റെ ഇല്ലായ്മയുണ്ട്, പിന്നെ മനസ്സിന് ശക്തി പ്രാപിക്കുന്ന ഒരവസ്ഥയും ഇവിടെ വരുന്നുണ്ട്. ആദ്യത്തെ പകുതിയിൽ മനസ്സ് സൂര്യനിൽ ലയിക്കുന്നു, പിന്നെ അടുത്ത പകുതിയിൽ മനസ്സ് വികസിച്ച് വരുന്നതാണ്. അതാണ് ടോട്ടൽ ഈ ഡ്യൂറേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ രാഹുവിൻ്റെ സാന്നിധ്യം കൂടി വരുമ്പോൾ ഇവർക്ക് ആഗ്രഹങ്ങൾ കൂടുതലായിട്ടുണ്ടാകും. നല്ല ചിന്തകന്മാരായിരിക്കും, കലാകാരന്മാരായിരിക്കും, എഴുത്തുകാരായിരിക്കും, സംഗീതജ്ഞന്മാരായിരിക്കും, ചിത്രകാരന്മാരായിരിക്കും. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ അമാവാസി സമയത്ത് ജനിക്കുന്ന ആൾക്കാർ ഒരു സാധാരണക്കാരായിട്ടല്ല ഉണ്ടാവുക. അവരൊരു വിശ്വപൗരന്മാരായിട്ടാണ് സാധാരണ ഉണ്ടാവുക. അതിന് വേണ്ടത് ഈ സൂര്യചന്ദ്രന്മാർ നിൽക്കുന്നതിന് സപ്പോർട്ടീവായിട്ട് ജാതകത്തിൽ വ്യാഴം, ശുക്രൻ, ബുധനൊക്കെ നിൽക്കണം. അങ്ങനെ നിന്നാൽ അവർ ഒരുപാട് ഉയരത്തിലേക്ക് അവരുടെ ജീവിതം കൊണ്ടുപോകാനാവും. ഏറ്റവും സൂട്ടബിളായിട്ടുള്ള ജോലികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവർക്ക് ഇൻവെസ്റ്റിഗേഷനാണ് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള ഒരു ജോലി. കാരണം മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും അതിനെപ്പറ്റിയിട്ട് പല കാര്യങ്ങളും വിലയിരുത്താനും കഴിയുന്നൊരു സ്വഭാവക്കാരാണ് ഈ അമാവാസി സമയത്ത് ജനിക്കുന്ന ആൾക്കാർ. പിന്നെ ഇവർക്ക് അസ്ട്രോളജിയിലൊക്കെ നല്ല കഴിവുണ്ടായിരിക്കും. സൈക്യാട്രിസ്റ്റുകളാകാൻ പറ്റും, പിന്നെ സന്യാസിമാരാകാൻ പറ്റും. ഈ മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചികിത്സ ചെയ്യുന്നതിന് ഇവർ യോഗ്യന്മാരായിരിക്കും. നല്ല ചിത്രകാരന്മാരായിരിക്കും, ഉപദേഷ്ടാക്കളാകാൻ പറ്റും, മ്യൂസീഷ്യൻസ് ആകാൻ പറ്റും. പിന്നെ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പട്ടാളം, ഇങ്ങനെയുള്ള ഫീൽഡുകളും ഈ യോഗമുള്ളവർക്ക് വളരെ സൂട്ടബിളാണ്. ദോഷങ്ങൾ പലതുമുണ്ട്. കാരണം ഈ മനസ്സ് പൂർണ്ണമായിട്ടും ചന്ദ്രൻ കമ്പസ്റ്റൻ്റ് ആകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഈ ചിന്തകൾ നമ്മൾ നിയന്ത്രണത്തിൽ വരാതെ മൂഡ് സ്വിങ്സ് ഉണ്ടാകും. അത് പലതരത്തിലുള്ള ചിന്തകൾ മനസ്സിൽ വരും. അതുപോലെ ഡിപ്രഷനൊക്കെ ഉണ്ടാകും. അത് മറ്റ് ഗ്രഹങ്ങൾ സപ്പോർട്ടീവ് ആണെങ്കിൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇവർ നല്ല നിലയിലേക്ക് പോകും. ഈ ഒരു യോഗമുള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും മനസ്സിനെ ബിസിയാക്കി വെക്കണം. മനസ്സിന് നമുക്ക് എപ്പോഴും ഒരു ജോലി കൊടുക്കണം. ജോലി ഇല്ലാത്ത സമയത്ത് വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കാതെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അതുപോലെ തന്നെ യാത്ര ചെയ്യുക. അമ്പലങ്ങളിലും പല സ്ഥലങ്ങളിലും പോയിട്ട് പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് പലതും ചർച്ച ചെയ്ത് സമയം എപ്പോഴും ബിസിയാക്കി കൊണ്ടുപോകണം. അങ്ങനെ ചെയ്താൽ ഈ നക്ഷത്രക്കാർ, ഈ ഒരു യോഗമുള്ളവർക്ക് എപ്പോഴും ഗുണമുണ്ടാകും. കൂടാതെ ഈ അമാവാസി ദിവസങ്ങളിലൊക്കെ ഒന്നുകിൽ അമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ ഈ സ്വയം നമ്മളെ ശരീരമൊക്കെ ശുദ്ധിയാക്കി മനസ്സിനെയും ശുദ്ധിയാക്കിയിട്ട് ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥന നടത്തുക. ഇതൊക്കെ അമാവാസി ഈ സൂര്യനും ചന്ദ്രനും ചേർന്ന് നിൽക്കുന്ന സമയത്ത് ജനിച്ച ആൾക്കാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ്. കൂടാതെ ഇത് 100% മാനസികമായിട്ടൊക്കെ ഇതിന് പ്രാധാന്യമുള്ളത് കൊണ്ട് കുണ്ടലിനി ശക്തിയെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. എപ്പോഴും ഈ നക്ഷത്രക്കാർക്ക് വിദേശത്തിലൊക്കെ ജോലി ചെയ്യാനും അവിടെ ജീവിക്കാനുമുള്ള ഒരു പ്രത്യേക യോഗം പറയുന്നുണ്ട്. അച്ഛനും അമ്മയുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ എപ്പോഴും വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ ലെവലിൽ തന്നെ കൊണ്ടുപോകാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. മറ്റൊന്നും ഇല്ല, കൂടുതലായി പറയുന്നില്ല. തൽക്കാലം ഇത്രമാത്രം.